തമ്പനയിൽ ഞാൻ മഹീന്ദ്ര ഡാം എഴുതിയത് വെറുതെ അല്ല കേട്ടോ. കുറേ കാലമായിട്ട് ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ ഉണ്ടായിരുന്ന ടാറ്റയും എം ജിയും ഒക്കെ നിലവിലെ വിൽപ്പനയിൽ, ടാറ്റ എം ജി മാത്രമല്ല പല കമ്പനികളും താഴോട്ട് പോയ ഒരു സമയത്ത് മഹീന്ദ്രയുടെ വിൽപ്പന കുത്തനെ മോളോട്ടാണ് പോയിരിക്കുന്നത്. നമസ്കാരം. 2025 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിലുടനീളം വിൽപ്പന നടത്തിയ ഇലക്ട്രിക് കാറുകളുടെ സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് സംസാരിക്കാം. ഈ ടോപ്പ് 10 സെയിൽസ് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ ടോട്ടൽ സെയിൽസ് നോക്കാം. 12,330 ഇലക്ട്രിക് കാറുകളാണ് 2025 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടന്നത്. മാസാമാസ വിൽപ്പനയിൽ, അതായത് മാർച്ച് മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പം 5% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ വാർഷിക വിൽപ്പനയിൽ, അതായത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 58% മികച്ച വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കിയ ഇന്ത്യയാണ് 10ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 10ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. മാർച്ചിൽ 24 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച കിയയ്ക്ക് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 31 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 29% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 0.2% ഇവരുടെ മാർക്കറ്റ് ഷെയർ. വോൾവോ മോട്ടോഴ്സ് ആണ് 9ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 9ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. മാർച്ചിൽ 46 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വോൾവോന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 35 കാറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 23% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0.2% ഇവരുടെയും മാർക്കറ്റ് ഷെയർ. PCA ഓട്ടോമൊബൈൽസ്, അതായത് സിട്രോൺ ആണ് 8ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 8ാം സ്ഥാനത്തായിരുന്നു. മാർച്ചിൽ 46 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച സിട്രോണ് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 48 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 4% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 0.3% ഇവരുടെ മാർക്കറ്റ് ഷെയർ. മെഴ്സിഡീസ് ബെൻസ് ആണ് 7ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 7ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. മാർച്ചിൽ 170 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച മെഴ്സിഡീസ് ബെൻസിന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 81 കാറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 52% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0.6% ഇവരുടെ മാർക്കറ്റ് ഷെയർ. BMW ആണ് 6ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 6ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. മാർച്ചിൽ 250 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച BMWന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 128 കാറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 48% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഇനി നമുക്ക് ടോപ്പ് 5 ലിസ്റ്റിൽ ആരൊക്കെയാണ് വരുന്നത് നോക്കാം. BYD ആണ് 5ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 5ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. മാർച്ചിൽ 396 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച BYDക്ക് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 350 കാറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 11% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2.8% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഹ്യുണ്ടായി ആണ് 4ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 4ാം സ്ഥാനത്തായിരുന്നു. മാർച്ചിൽ 849 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഹ്യുണ്ടായിക്ക് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 686 കാറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 19% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5.5% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഈ മാസം മുതൽ ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിലെല്ലാം നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഒരു ട്രയാങ്കുലർ കോമ്പറ്റീഷൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപാട് കാലം മത്സരിക്കാൻ ആരുമില്ലാതെ 1ാം സ്ഥാനത്ത് ഒരു രാജാവിനെ പോലെ വാഴുകയായിരുന്ന ടാറ്റയോട് ഈയിടെയായി കുറച്ചെങ്കിലും ഒന്ന് മത്സരിക്കാൻ സാധിച്ചത് MGക്ക് മാത്രമാണ്, അല്ലെ? വിൻസർ ഇറങ്ങിയതിന് ശേഷമാണ് സത്യത്തിൽ ഇവരുടെ വിൽപ്പന നല്ല രീതിയിൽ കൂടിയത്. എന്നാലും ഇതുവരെ ടാറ്റയ്ക്ക് ഒപ്പമെത്താൻ MGക്ക് സാധിച്ചിട്ടില്ല. ഈ BE6യും അതുപോലെ തന്നെ XEV9യും ഡെലിവറി തുടങ്ങിയതോടെ ടാറ്റയോടും MGയോടും മുട്ടാൻ വേണ്ടിയിട്ട് മഹീന്ദ്ര കച്ച കെട്ടി ഒരുങ്ങി നിൽക്കുകയാണ്. മാർച്ചിൽ 1944 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച മഹീന്ദ്രയ്ക്ക് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 3002 കാറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 54% വളരെ മികച്ച വളർച്ചയാണ് മഹീന്ദ്ര കൈവരിച്ചിരിക്കുന്നത്. അതേപോലെ കഴിഞ്ഞ തവണ 15% മാത്രം മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന മഹീന്ദ്രയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് ഷെയർ 24%. അത്രയ്ക്കും ഉയർന്നിട്ടുണ്ട്. എന്നിട്ടും മഹീന്ദ്ര 3ാം സ്ഥാനത്ത് തന്നെ ആണെങ്കിലും വരും മാസങ്ങളിൽ ഇവരുടെ വിൽപ്പന ഇനിയും കൂടാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇത് സത്യം പറയുകയാണെങ്കിൽ ടാറ്റയ്ക്കും MGക്കും അതായത് മഹീന്ദ്ര ഒരു ഭീഷണി തന്നെയാണ്. MG ആണ് 2ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 2ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. മാർച്ചിൽ 3889 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച MGക്ക് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 3488 കാറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 10% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 28% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഈ വിൻസറിന്റെ പ്രോ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വരും മാസങ്ങളിൽ ഇവരുടെ സെയിൽസ് ഇനിയും ഒരുപാട് കൂടാൻ പോവുകയാണ്. ടാറ്റ 1ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. മാർച്ചിൽ 4710 കാറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടാറ്റയ്ക്ക് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 4461 കാറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 5% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 36% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ടാറ്റയുടെ സെയിൽസ് സത്യം പറയുകയാണെങ്കിൽ തകർന്നിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
80% മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന ടാറ്റയാണ് ഇപ്പം 36% എത്തി നിൽക്കുന്നത്. ഇനി നമുക്ക് ടാറ്റയുടെയും MGയുടെയും മഹീന്ദ്രയുടെയും ഏപ്രിൽ മാസത്തെ വിൽപ്പന ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. മഹീന്ദ്ര 3002ഉം MG 3488ഉം ടാറ്റ 4461 കാറുകളുമാണ് വിൽപ്പന നടത്തിയത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി അങ്ങോട്ട് 2 ഇന്ത്യൻ കമ്പനികളായിരിക്കും ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് മത്സരിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ചിട്ട് മഹീന്ദ്ര ഈ വർഷം തന്നെ അവസാനമാവുമ്പോഴേക്കും ഒന്നാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുള്ളൂ അല്ലേ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.